നമസ്തേ, ഞാൻ നിഖിൽ കുമാർ. IPL ആവേശത്തിലേക്ക് സ്വാഗതം. IPLിലെ നിർണായക പോരാട്ടത്തിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 5 വിക്കറ്റിൻ്റെ അനായാസ ജയം. ജയത്തോടെ ചെന്നൈ പ്ലേ ഓഫിലേക്ക് ഒരു പടി കൂടി അടുത്തു. എന്നാൽ ചെന്നൈയോട് തോൽവി ഏറ്റുവാങ്ങിയ രാജസ്ഥാന് പ്ലേ ഓഫ് ഉറപ്പിക്കാൻ ഇനിയും കാത്തിരിക്കണം. എന്നാൽ ഇന്നലെ വളരെ വീറും വാശിയും നിറഞ്ഞൊരു പോരാട്ടം തന്നെയായിരുന്നു ചെന്നൈയിലെ ചെപ്പോക്കിൽ അരങ്ങേറിയത്. രാജസ്ഥാൻ റോയൽസിന് ഇന്നലെ ജയിച്ചിരുന്നെങ്കിൽ അനായാസമായി പ്ലേ ഓഫിലേക്ക് കടക്കാമായിരുന്നു. എന്നാൽ സഞ്ജുവിനും സംഘത്തിനും അതിന് സാധിച്ചില്ല. ഇന്നലത്തെ മത്സരത്തിൻ്റെ വിലയിരുത്തലുമായി നമ്മോടൊപ്പം ക്രിക്കറ്റ് നിരീക്ഷകനും BCCIയുടെ മാച്ച് റഫറിയുമായിട്ടുള്ള P. രംഗനാഥൻ ചേരുന്നുണ്ട്. ശ്രീ രംഗനാഥൻ, ഇന്നലത്തെ മത്സരം അത്യന്തം ആവേശം നിറഞ്ഞു നിന്ന ആരാധകരൊക്കെ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നൊരു മത്സരമാണ്. കാരണം ഒരു വശത്ത് ധോണി എന്ന ചെന്നൈയുടെ ആ ഒരു താരം, ധോണിയെ ചുറ്റിപ്പറ്റി വളരെ വലിയൊരു ആരാധകരുണ്ട്. അതുപോലെ തന്നെ രാജസ്ഥാൻ റോയൽസ്, സഞ്ജുവിൻ്റെ രാജസ്ഥാൻ പ്ലേ ഓഫ് ഉറപ്പിക്കുമോ എന്ന തരത്തിലുള്ള ആരാധകരൊക്കെ കാത്തിരുന്നിരുന്നു. അപ്പോൾ ഇന്നലത്തെ ഒരു മത്സരത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇന്നലെ ഏറ്റവും മികച്ച ഒരു വിജയം ചെന്നൈ കരസ്ഥമാക്കി, പ്രത്യേകിച്ച് സ്വന്തം തട്ടകമായ MA ചിദംബരം സ്റ്റേഡിയത്തിൽ. അത് എടുത്തു പറയേണ്ടത്, ടോസ് ലഭിച്ചിട്ട് രാജസ്ഥാൻ എടുത്ത തീരുമാനം അത് ശരിയായില്ലെന്ന് വേണം കരുതാനായിട്ട്. കാരണം അവര് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുന്നു. അത് മാത്രമല്ല, സിമർജിത് സിംഗ് എന്നുള്ള ഡൽഹിയുടെ ഏറ്റവും മികച്ച രീതിയിൽ 3 വിക്കറ്റ് നേട്ടം, അദ്ദേഹം ചെന്നൈയുടെ ആ ബോളിംഗ് മികവ്, ആ തുടക്കം രാജസ്ഥാന്റെ മികച്ചതായിരുന്നു. എങ്കിൽ തന്നെയും മധ്യനിര ഒരിക്കലും അവർക്ക് റൺ റേറ്റ് ഉയർത്താനോ ഒരു വലിയ സ്കോർ പടുത്തുയർത്താനോ സാധിച്ചില്ല. ഇവിടെ എടുത്തു പറയേണ്ടത് ബട്ട്ലറിന്റെയും ജയ്സ്വാളിന്റെയും തുടക്കം തന്നെയാണ്. അവര് നല്ല രീതിയിൽ തുടക്കം, പ്രത്യേകിച്ച് പവർ പ്ലേയിൽ നല്ല രീതിയിൽ ബാറ്റിംഗ് പ്രകടനം തുടങ്ങിയെങ്കിലും പിന്നീട് അവർക്ക് ആ റൺ റേറ്റ് ഉയർത്താനോ പിന്നീട് വന്ന ബാറ്റർമാർക്ക് ഒന്നും തന്നെ പിടിച്ചു നിൽക്കാനായില്ല. റയൻ പരാഗിന്റെ ഇന്നിങ്സ് ആയാലും കൂടാതെ ജുറേലിന്റെ ഇന്നിങ്സ് ആയാലും ഒരു വലിയ സ്കോറിലോട്ട് പോകാനായിട്ട് രാജസ്ഥാന് സാധിച്ചില്ല എന്നുള്ളതാണ് ആദ്യമായിട്ട് അവരുടെ പരാജയത്തിന്റെ മുഖ്യമായിട്ട് എടുത്തു പറയേണ്ടത്. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ചെന്നൈക്ക് ഈ ഒരു ചെറിയ സ്കോർ മറികടക്കാനായിട്ട് അവർക്ക് വലിയ സമ്മർദ്ദമൊന്നും വേണ്ടിയിരുന്നില്ല. ഋതുരാജ് ഗെയ്ക്വാഡ്, അദ്ദേഹം വളരെ സാവകാശം ഒരു ഏകദിന ശൈലിയിൽ ബാറ്റ് ചെയ്ത് ഒരെൻഡിലെ വിക്കറ്റ് നഷ്ടപ്പെടാതെ അദ്ദേഹം ആ വിജയം ചെന്നൈക്ക് വേണ്ടി കരസ്ഥമാക്കി എന്ന് വേണം പറയാനായിട്ട്. എങ്കിലും ഇവിടെ എടുത്തു പറയേണ്ടത് സിമ്രൻജിത്ത് സിംഗിന്റെ ആ ബോളിംഗ് മികവ് തന്നെയാണ്. അദ്ദേഹം നേടിയ 3 വിക്കറ്റ്, ഉജ്ജ്വലമായിട്ടുള്ള ഒരു ബോളിംഗ് പെർഫോമൻസ്. രാജസ്ഥാന് വീണ്ടും ഇനി പ്ലേ ഓഫ് സാധ്യത നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ്. ഇന്നലെ വിജയിച്ച രാജസ്ഥാൻ പ്ലേ ഓഫിലോട്ട് വരുമെന്നുള്ളത്. അപ്പൊ IPL കൂടുതൽ ആവേശത്തിലോട്ട്, ഇനി ഒരു മത്സരം മാത്രമാണ് അവശേഷിക്കുന്നത്. ഇവിടെ റൺ റേറ്റിന്റെ കാര്യത്തിലും ഇനി വിജയിക്കുന്ന ടീമുകളെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി പ്ലേ ഓഫ് സാധ്യത നിലനിർത്തുന്ന മറ്റുള്ള ടീമുകളെ നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും. എന്തായാലും ഇന്നലത്തെ മത്സരം ഏറ്റവും മികച്ച രീതിയിൽ ഒരു മികച്ച ആധികാരിക വിജയം ചെന്നൈ കരസ്ഥമാക്കിയെന്ന് വേണം എടുത്തു പറയാനായിട്ടുള്ളത്. ഇതിനോടൊപ്പം ചേർത്ത് വയ്ക്കേണ്ട മറ്റൊരു കാര്യം, കാരണം കഴിഞ്ഞ സീസണുകളിലൊക്കെ രാജസ്ഥാൻ കേട്ട ഒരു പഴിയാണ്. തുടക്കത്തിൽ, അതായത് സീസണിൻ്റെ തുടക്കത്തിൽ വളരെ മികച്ച രീതിയിൽ പ്രകടനം നടത്തുകയും സീസണിൻ്റെ അവസാനമാകുമ്പോൾ നിർണായക മത്സരങ്ങളിൽ പരാജയപ്പെടുകയും ചെയ്യുക എന്നത് രാജസ്ഥാൻ സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പഴിയാണ്. അത് ഈ ഒരു സീസണിലും അത് അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു, അല്ലേ? അത് നമുക്ക് പറയാം. പക്ഷേ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിലും ടീമിന്റെ ഒരു കോമ്പിനേഷൻ നോക്കുകയാണെങ്കിലും ഏറ്റവും മികച്ച IPL ഒരു ടീമാണ് രാജസ്ഥാൻ റോയൽസ്. ഒരു ദിവസം മാറി മറിഞ്ഞു വരാം. അത് വിജയം കരസ്ഥമാക്കുന്ന മറ്റുള്ള ടീമുകളുടെ പെർഫോമൻസ് അന്ന് ഉയർന്നു. പ്രത്യേകിച്ച് ഇന്നലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ടത്, ചെന്നൈയുടെ ബോളർമാർ വളരെ മികച്ച രീതിയിൽ പന്തെറിഞ്ഞു. പക്ഷെ ഏറ്റവും വിശ്വസിക്കാവുന്ന രാജസ്ഥാന്റെ ബാറ്റർമാർ, അവിടെയാണ് നമ്മൾ ഒരു പെർഫോമൻസിന്റെ കാര്യത്തിൽ രാജസ്ഥാന്റെ ബാറ്റർമാരുടെ ഒരു കുറവ് ഇന്നലെ കണ്ടത്. പക്ഷെ ആ മത്സരം, അവസാന മത്സരം തീർത്തും ഇനിയുള്ള ഒരു മത്സരം അവശേഷിക്കുന്നു. ആ മത്സരത്തിൽ പൂർവാധികം ശക്തിയായിട്ട് രാജസ്ഥാൻ തിരിച്ചു വരുമെന്ന് തന്നെ വിശ്വസിക്കാം. അത് മാത്രമല്ല, മികച്ച ഒരു ബോളിംഗ് അറ്റാക്കും ബാറ്റിംഗ് നിരയുമുള്ള ഒരു ടീമാണ് രാജസ്ഥാൻ. ഒരു ദിവസം അവർക്ക് മാറി. അതല്ലാതെ നമുക്ക് കഴിഞ്ഞ കാല സീസണുകളെ കുറിച്ചൊന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല. ഈ സീസണിൽ പ്രത്യേകിച്ച് സഞ്ജു വി സാംസൺ ഫോമിലോട്ട് വന്നിരിക്കുന്നു. മറ്റുള്ള ബാറ്റർമാരെല്ലാം തന്നെ മികച്ച ഫോമിൽ കളിക്കുന്നു. ഇനിയുള്ള മത്സരം തീർത്തും അവരുടെ ബോളർമാർ കൂടുതൽ മികവോടുകൂടി പന്തെറിഞ്ഞ ബാറ്റർമാർ കൂടുതൽ പെർഫോം ചെയ്ത് തീർച്ചയായിട്ടും പ്ലേ ഓഫിൽ എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇന്നലത്തെ മത്സരം ചെന്നൈ സ്വന്തമാക്കുകയായിരുന്നു. ഇന്നലത്തെ രണ്ടാമത്തെ മത്സരത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ് പോകേണ്ടത്. ഇന്നലത്തെ രണ്ടാമത്തെ മത്സരം RCBയും ഡൽഹിയും തമ്മിലുള്ള ഒരു പോരാട്ടമായിരുന്നു. അതിൽ തന്നെ RCBക്ക് ഇന്നലെ ജയം സ്വന്തമാക്കാൻ സാധിച്ചു. വളരെ മികച്ച പ്രകടനം തന്നെ ഇന്നലെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഒരു ആധികാരിക ജയം, 47 റൺസിൻ്റെ ഒരു ആധികാരിക ജയം തന്നെ ഇന്നലെ
റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ സ്വന്തമാക്കി. മറിച്ച് ഡൽഹിയിലേക്ക് വന്ന ഡൽഹിക്ക് പ്ലേ ഓഫ് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്നലെ ഒരു ജയം അനിവാര്യമായിരുന്നു. എന്നാൽ ഡൽഹിക്ക് ജയിക്കാനായില്ല. ഇന്നലത്തെ രണ്ടാമത്തെ മത്സരം പറഞ്ഞതുപോലെ തന്നെ ഡൽഹിക്ക് നിർണായകമായിരുന്നു. ആ മത്സരത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഋഷഭ് പന്തിന്റെ അഭാവം അത് ആദ്യമായിട്ട് പറയണം. കാരണം അദ്ദേഹം സ്ലോ ഓവർ റേറ്റ് കാരണം അദ്ദേഹത്തിന് ഒരു മത്സരത്തിലെ വിലക്ക് അത് ഏറ്റവും വിലപ്പെട്ടതായിട്ട് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒരു മത്സരം, അതും ഡൽഹിക്ക് വിജയം അനിവാര്യമായിരുന്ന ഒരു മത്സരത്തിൽ നിന്നാണ് ക്യാപ്റ്റനായിട്ടുള്ള ഋഷഭ് പന്ത് മാറി നിൽക്കേണ്ടി വന്നത്. അത് തോൽവിയുടെ ഒരു കാരണമായിട്ട് തന്നെ പറയണം. കാരണം ഈ ഒരു ടോട്ടല് മറികടക്കാനായിട്ട് 180-ലധികം റൺസ് നേടിയ റോയൽ ചലഞ്ചേഴ്സിന്റെ സ്കോർ മറികടക്കാനായിട്ട് ഡൽഹിക്ക് ഋഷഭ് പന്തിനെ പോലെയുള്ള താരങ്ങൾ അനിവാര്യമായിരുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു കുറവും ഫീൽഡിൽ അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി എല്ലാം തന്നെ ഒരു കുറവായിട്ട് തന്നെ നമ്മൾ ചൂണ്ടിക്കാട്ടേണ്ടിയിരിക്കുന്നു. എങ്കിൽ തന്നെയും റോയൽ ചലഞ്ചേഴ്സിന്റെ ബാറ്റർമാർ, പ്രത്യേകിച്ച് രജിത് പത്തീദാർ എന്നുള്ള വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് ആ ടീമിൽ എടുക്കുകയാണെങ്കിൽ റോയൽ ചലഞ്ചേഴ്സിന്റെ ഇത്ര കൺസിസ്റ്റന്റ് ആയിട്ട് ബാറ്റ് ചെയ്യുന്ന മറ്റുള്ള ഒരു താരം ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ അർദ്ധ സെഞ്ചുറി, ഓസ്ട്രേലിയൻ ആയിട്ടുള്ള കാമറൂൺ ഗ്രീന്റെ ഓൾറൗണ്ട് മികവ്, കൂടാതെ ജാക്സിന്റെ ഇന്നിങ്സ്, ഇതെല്ലാം തന്നെ അവർക്ക് എടുത്തു പറയേണ്ട ഒരു വിജയത്തിന്റെ ഒരു ശില്പികളായിട്ട് പറയേണ്ടിയിരിക്കുന്നു. കൂടാതെ ബോളിംഗിൽ വന്നാലും ലെഫ്റ്റ് ആം ഫാസ്റ്റ് ബോളർ ആയിട്ടുള്ള ദയാളിന്റെ ബോളിംഗ് മികവ്. എന്തായാലും റോയൽ ചലഞ്ചേഴ്സിന് സാധ്യതകളൊന്നും ഇല്ലെങ്കിലും സാധ്യതയുള്ള ഒരു ടീമായ ഡൽഹിയെ അവർ വീണ്ടും സമ്മർദ്ദത്തിലാക്കുന്ന രീതിയിൽ ആ മത്സരം മാറി. എന്തായാലും ഡൽഹിക്ക് ഈ തോൽവിയോടുകൂടി അവരുടെ പ്ലേ ഓഫ് സാധ്യത മങ്ങുന്ന ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനിയും ഡൽഹിക്ക് ഒരു മത്സരം അവശേഷിക്കുന്നു. മികച്ച റൺ റേറ്റോടുകൂടി മറ്റുള്ള ടീമുകളുടെ ജയപരാജയം അനുസരിച്ചായിരിക്കും പ്ലേ ഓഫ് സാധ്യതയിലോട്ട് വരിക. എന്നാലും ഇന്നലത്തെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് അക്ഷർ പട്ടേലിൻ്റെ ഒരു പ്രകടനം തന്നെയാണ്. അദ്ദേഹം ഇന്നലെ 59 റൺസ്, അതായത് നായകനായിരുന്നു. ഡൽഹിയെ വലിയൊരു കൂട്ട തകർച്ചയിൽ നിന്ന് കരകയറ്റിയത് അക്ഷർ പട്ടേലിൻ്റെ ഒരു പ്രകടനം തന്നെയാണ്. അത് ടീം ഇന്ത്യയിലേക്ക് വരുമ്പോൾ ലോകകപ്പ് അടുത്തിരിക്കുകയാണ്. അത് എത്രത്തോളം ടീം ഇന്ത്യക്ക് ഗുണം ചെയ്യും? അല്ല സർ, എന്തായാലും ഓരോ മത്സരവും ഓരോ ഇന്ത്യൻ ടീമിന്റെ അംഗങ്ങൾക്കും നിർണായകമാണ്. കാരണം ഇനി വരുന്ന ലോകകപ്പ് അത് കളിക്കാനുള്ള ആ ഒരു കോൺഫിഡൻസ് ലെവല് അക്ഷർ പട്ടേലിനെ സംബന്ധിച്ച് നമ്മളൊരു ലെഫ്റ്റ് ആം സ്പിന്നറായിട്ടാണ് അദ്ദേഹത്തെ കണക്കാക്കുന്നത്. ബാറ്റിംഗിൽ അർദ്ധ സെഞ്ചുറി നേടി എന്നുള്ളത് വ്യക്തമാണ്. കാരണം രവീന്ദ്ര ജഡേജ ടീമിലുള്ളത് കൊണ്ട് അക്ഷർ പട്ടേലിന് കൂടുതൽ അവസരം ലഭിക്കുമെന്ന് തന്നെ നമുക്ക് തോന്നുന്നില്ല. എങ്കിൽ തന്നെയും ഒരു പ്ലെയർ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ഇന്നലത്തെ ആ ഒരു പ്രകടനം, അദ്ദേഹം ക്യാപ്റ്റനായിട്ടുള്ള ആ ടീമിന്റെ പ്രകടനം, എല്ലാ രീതിയിലും നോക്കുകയാണെങ്കിൽ ഭാരതത്തിന് അക്ഷർ പട്ടേലിന്റെ ഈ അർദ്ധ സെഞ്ചുറി കൂടുതൽ അദ്ദേഹത്തിന് ആത്മവിശ്വാസം നൽകുന്നു. തീർച്ചയായിട്ടും ലോകകപ്പ് പോലെയുള്ള ഒരു മത്സരം വരുമ്പോൾ ഇത് ഏറെ ഗുണം ചെയ്യുമെന്ന് തന്നെ വിശ്വസിക്കാം. ഓക്കെ, അതാണ് ഇന്നലത്തെ രണ്ട് മത്സരങ്ങളുടെ വിശേഷങ്ങൾ. അതൊക്കെയാണ്. ഇന്നലത്തെ ആദ്യത്തെ മത്സരത്തിൽ ചെന്നൈ ജയം സ്വന്തമാക്കിയപ്പോൾ രണ്ടാമത്തെ മത്സരത്തിൽ RCB ജയം സ്വന്തമാക്കുന്ന കാഴ്ചയായിരുന്നു. ഇനി IPL ഇന്നത്തെ മത്സരത്തിലേക്ക് വന്ന IPL ഇന്ന് ഗുജറാത്ത് കൊൽക്കത്ത പോരാട്ടമാണ്. പ്ലേ ഓഫിലേക്ക് സാധ്യതയില്ലെങ്കിലും ഒരു വിദൂര സാധ്യതയെങ്കിലും നിലനിർത്താൻ ഗുജറാത്തിൽ നിന്ന് ജയം അനിവാര്യമാണ്. എന്നാൽ പ്ലേ ഓഫ് ഉറപ്പിച്ച കൊൽക്കത്ത ഇന്ന് കൂടുതൽ താരങ്ങൾക്ക് അവസരം നൽകി പരീക്ഷണം നടത്താനുള്ള സാധ്യതയുണ്ട്. സായ് സുദർശനൊപ്പം ഗില്ലും ഫോമിലേക്ക് ഉയർന്നതാണ് ഗുജറാത്തിൻ്റെ ആത്മവിശ്വാസം. മറുവശത്ത് സുനിൽ നരൈൻ തന്നെയാണ് കൊൽക്കത്തയുടെ തുറുപ്പുചിട്ട്. ഒപ്പം സാൾട്ടിൻ്റെ ഫോമും KKRൻ്റെ കരുത്ത് ഇരട്ടിയാക്കുന്നുണ്ട്. ശ്രീ രംഗനാഥൻ, ഇന്നത്തെ മത്സരത്തിലേക്ക് വന്നാൽ ഇന്നത്തെ മത്സരം ഈ പറഞ്ഞതുപോലെ തന്നെ കൊൽക്കത്തയ്ക്ക് അവർ വളരെ പരീക്ഷണം നടത്താനുള്ള സാധ്യതയാണ്. കാരണം പ്ലേ ഓഫ് ഉറപ്പിച്ച ഒരു ടീമാണ്. കൂടുതൽ താരങ്ങൾക്ക് അവസരം നൽകിയ ഒരു പരീക്ഷണത്തിന് ഇന്ന് KKR മുതിർന്നേക്കാം അല്ലേ? കാരണം ഇതില് ഒരു കാര്യം കൂടെ ഉണ്ട്. കാരണം ഇന്നത്തെ മത്സരം KKRനും നിർണായകമാണ്. കാരണം ഒന്നാം സ്ഥാനക്കാരായിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും പ്ലേ ഓഫിലും അവർക്കൊരു അവസരം ലഭിക്കുന്ന ഒരു പ്രതീതിയാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ മത്സരം ഇന്ന് KKR തോൽക്കുകയാണെങ്കിൽ രാജസ്ഥാൻ അടുത്ത മത്സരം വിജയിക്കുകയാണെങ്കിൽ രാജസ്ഥാൻ ആയിരിക്കും പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് വരിക. അപ്പൊ അതുകൊണ്ട് ഒരു പരീക്ഷണത്തിന് ഒരിക്കലും KKR പോലെയുള്ള ടീം മുതിരുമെന്ന് വിശ്വസിക്കുന്നില്ല. പ്രത്യേകിച്ച് അവരുടെ പരിശീലകനായിട്ടുള്ള വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ചന്ദ്രകാന്ത് പണ്ഡിറ്റ് എന്നുള്ള എത്രയോ ടീമുകൾക്ക് വേണ്ടി പരിശീലകനായിട്ട് രഞ്ജി ട്രോഫി വിജയിപ്പിച്ചിട്ടുള്ള ഒരു പരിശീലകനാണ്. അത് മാത്രമല്ല അദ്ദേഹം ഒരു പരീക്ഷണത്തിനും മുതിരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും വിജയത്തിന്റെ ആ ഒരു നിര, അത് വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീം, അവര് വിജയത്തിലോട്ട് തന്നെ വരണം. കാരണം പ്ലേ ഓഫ് വന്നാലും അവരുടെ താരങ്ങൾക്കുള്ള കോൺഫിഡൻസ് വർദ്ധിക്കും ഈ മത്സരത്തിൽ നന്നായിട്ട് വിജയിച്ചു വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു മാറ്റങ്ങൾക്കൊന്നും മുതിരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ തന്നെയും കഴിഞ്ഞ മത്സരം വിജയിച്ച ഗുജറാത്താണ്. അപ്പൊ അതുകൊണ്ട് ശുഭ്മാൻ ഗിലിന്റെ, സായി സുദർശന്റെ താങ്കൾ റിപ്പോർട്ടിൽ അഖിൽ പറഞ്ഞതുപോലെ ഫോം മികവ് എല്ലാം പുറത്തെടുത്ത് അവരും നല്ലൊരു ഫൈറ്റ് KKRനെതിരെ നൽകുമെന്ന് തന്നെ വിശ്വസിക്കാം. എങ്കിൽ തന്നെയും
ഏറ്റവും നല്ലൊരു T20 മത്സരമായിട്ട് തന്നെ ഇന്ന് മാറുമെന്ന് വിശ്വസിക്കുന്നു. എന്നാലും IPL അതിൻ്റെ അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ്. ഇനിയുള്ള ടീമുകൾക്കൊക്കെ ജയപരാജയങ്ങൾ നിർണായകമാണ്. ഒരു ടീമിൻ്റെ വിജയം അല്ലെങ്കിൽ ഒരു ടീമിൻ്റെ പരാജയം മറ്റൊരു ടീമിന് അവരുടെ സാധ്യതയെ അല്ലെങ്കിൽ പ്ലേ ഓഫിലേക്കുള്ള സാധ്യതയൊക്കെ നിർണ്ണയിക്കുന്ന മത്സരങ്ങളാണ് ഇനി അങ്ങോട്ട് നടക്കാനുള്ളതെല്ലാം. ഇന്നലത്തെ മത്സരം നമ്മൾ കണ്ടതാണ്. പ്ലേ ഓഫ് ഉറപ്പിക്കാൻ ഡൽഹിക്ക് ഇന്നലെ നിർണായകമായിരുന്നു. പക്ഷേ ഡൽഹിക്ക് ജയിക്കാനായില്ല. ഇന്നത്തെ മത്സരത്തിലേക്ക് വന്നാൽ കൊൽക്കത്തയും ഗുജറാത്തും തമ്മിലാണ് പോരാട്ടം. പട്ടികയിലെ ഒന്നാം സ്ഥാനം നിലനിർത്താൻ ആയിരിക്കും കൊൽക്കത്ത ഇന്ന് ഇറങ്ങുക. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഇന്നലത്തെ മത്സരത്തിൻ്റെയും ഇന്ന് നടക്കാനിരിക്കുന്ന മത്സരത്തിൻ്റെയും വിശേഷങ്ങളൊക്കെയാണ്. എന്തായാലും ഇന്നത്തെ IPL ആവശ്യത്തിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത്രയും നേരം നമ്മോടൊപ്പം വിലയിരുത്തലുമായി ഉണ്ടായിരുന്നത് BCCIയുടെ മാച്ച് റഫറിയും ക്രിക്കറ്റ് നിരീക്ഷകനുമായ P. രംഗനാഥനായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഗുജറാത്ത് കൊൽക്കത്ത മത്സരത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ രാവിലെ 8:15 വീണ്ടും കാണാം. നമസ്തേ.